യുവതി കേസ് തീർക്കാനുള്ള രേഖകൾ നേരത്തെ ഒപ്പിട്ട് നൽകിയിരുന്നുവെന്നാണ് പ്രതിഭാഗം അഭിഭാഷകൻ പറയുന്നത്. കഴിഞ്ഞ മാസം 29-ന് തിരുവനന്തപുരത്ത് വെച്ച് യുവതി അഫിഡവിറ്റിൽ സത്യവാങ്മൂലത്തിൽ ഒപ്പുവെച്ചു. അതിനുശേഷമാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നതെന്നും പ്രതിഭാഗം അഭിഭാഷകൻ പറയും. കഴിഞ്ഞ 29-ാം തീയതി തിരുവനന്തപുരത്ത് വെച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെ ഈ കേസ് കോഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയുടെ ഭാഗമായിട്ടുള്ള അഫിഡവിറ്റും വക്കാലത്തും തിരുവനന്തപുരത്ത് വെച്ച് തന്നിട്ടുണ്ട്. പോലീസിന്റെ ഭാഗത്തുണ്ടായ വീഴ്ചയാണ് ഈ കേസ് ഇത്തരത്തിൽ പോയത്. പരാതിക്കാരിയുടെ പരിക്ക് പറ്റിയ വൂണ്ട് സർട്ടിഫിക്കറ്റ് ഇന്നേ ദിവസം വരെ പോലീസ് ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ഹാജരാക്കിയിട്ടില്ല. അപ്പോൾ ഇത്തരത്തിൽ വിവാദമായ സെൻസേഷനായിട്ടൊരു കേസിന്റെ അന്വേഷണം പോലും പോലീസ് കുറ്റമറ്റ രീതിയിൽ നടത്തിയിട്ടില്ല എന്നാണ് വ്യക്തമാക്കുന്നത്. അലി അക്ബർ ഷായും സാനിയോ മനോമിയും നൽകും വിവരങ്ങൾ. ആദ്യം അലിയിലേക്കാണ് നമ്മൾ പോകുന്നത്. അലി, പെൺകുട്ടി അതായത് യുവതി എവിടെയാണ് എന്നത് സംബന്ധിച്ച് ബന്ധുക്കൾക്ക്, കുടുംബത്തിന് ഒരു വിവരവുമില്ല. ഇപ്പോൾ പിതാവ് പറയുന്നത്, നേരത്തെ ഡോക്ടർ അരുൺകുമാറുമായി സംസാരിച്ചപ്പോഴും പിതാവ് പറയുന്നത്, ഈ പ്രതികളുടെ സമ്മർദ്ദത്തിന് അടിപ്പെട്ടു ഈ കുട്ടി, ഈ യുവതി ഇവരുടെ കസ്റ്റഡിയിലാണോ എന്ന് വരെ സംശയിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇതിലെ ഒരു ദുരൂഹത നീങ്ങുന്നില്ല. യുവതി ഒരു വീഡിയോയിൽ ഈ രാഹുലിനെ അംഗീകരിച്ചുകൊണ്ട് നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ടാണ് രംഗത്തെത്തിയതെങ്കിൽ പോലും ഇതിൽ ദുരൂഹത നീങ്ങുന്നില്ല എന്നതാണ്. എന്താണ് ഇപ്പോൾ യുവതിയുടെ കുടുംബം പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ? വിനിത പറഞ്ഞതുപോലെ ഇന്നലെയാണ് ഈ രാഹുലിനെ ന്യായീകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ രാഹുലിന്റെ ഭാഗത്ത് ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന നിലയിൽ ഒരു വീഡിയോ ഈ യുവതി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുന്നത്. അതിൽ ഇപ്പോൾ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്നത് പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ എതിരെ തന്നെയാണ്. അതായത് കുടുംബത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ഇത്തരത്തിൽ രാഹുലിനെതിരെ ഈ നുണ പ്രചരണങ്ങൾ, ആരോപണങ്ങളെല്ലാം താൻ ഉന്നയിച്ചതെന്നാണ് ആ വീഡിയോയിൽ പെൺകുട്ടി പറയുന്നത്. ഈ പെൺകുട്ടി പറഞ്ഞ കാര്യങ്ങളെല്ലാം തള്ളി പറയുകയാണ് ഇപ്പോൾ കുടുംബം. ഇത്തരത്തിൽ ഒരു തരത്തിലുള്ള സമ്മർദ്ദവും കുടുംബത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. രാഹുലിനെതിരെ എന്തെങ്കിലും ഒരു പരാമർശം നടത്തണമെന്ന് ഒരു ഘട്ടത്തിൽ പോലും മകളോട് പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ മകൾ മിസ്സിംഗ് ആണ് എന്ന് കുടുംബം അറിയുന്നത് ഇന്നലെയാണ് എന്നുമാണ് ഇപ്പോൾ അച്ഛൻ വ്യക്തമാക്കിയത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ മകളുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. പിന്നീട് ഈ പെൺകുട്ടി വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് വിളിച്ച് അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് ഒരാഴ്ചയായി പെൺകുട്ടി ലീവ് എഴുതി കൊടുത്തിരുന്നു, ഒരാഴ്ചയായി പെൺകുട്ടി സ്ഥാപനത്തിൽ എത്തിയിട്ടില്ല എന്ന്. അപ്പോൾ ഈ ഇന്നലെ മാത്രമാണ് ഈ പെൺകുട്ടി മിസ്സിംഗ് ആണ് എന്ന കാര്യം കുടുംബം അറിയുന്നത് എന്നാണ് അച്ഛൻ ഇപ്പോൾ പ്രതികരിച്ചപ്പോൾ പറഞ്ഞത്. ഈ ഘട്ടത്തിലും ഈ പെൺകുട്ടി എവിടെയാണ് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അതിനുശേഷം ഈ പെൺകുട്ടി വീണ്ടും ഒരു വീഡിയോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. തന്നെ ആരും തട്ടിക്കൊണ്ടു പോയതല്ല, തന്നെ ആരും മറച്ചു വെച്ചിരിക്കുകയല്ല എന്ന നിലയിൽ പ്രതികരണം നടത്തുന്ന ഒരു വീഡിയോ കൂടി ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. അച്ഛൻ ഇപ്പോഴും പ്രതികരിക്കുമ്പോൾ പറയുന്നത് രാഹുലിന്റെ കസ്റ്റഡിയിൽ തന്നെ ആകാം മകളെന്നാണ് താൻ കരുതുന്നത്. രാഹുലിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ഇത്തരത്തിൽ മകൾ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. കാരണം മകളുടെ ശരീരത്തിലെ മുറിപ്പാടുകൾ തങ്ങൾ നേരിട്ട് കണ്ടതാണ്. ഈ വീട് കാണുന്ന ചടങ്ങിന് വേണ്ടി പോകുമ്പോഴാണ് കഴുത്തിൽ കറുത്ത നിറത്തിൽ കയറിട്ട് കുരുക്കിയതുപോലുള്ള പാടും, അതുപോലെ ബെൽറ്റ് കൊണ്ട് ആക്രമിച്ചതിന്റെ പാടും, മുഖത്തെ ചതവും എല്ലാം തങ്ങൾ നേരിട്ട് കണ്ടതാണ്. ഈ മുറിപ്പാടുകൾ കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് തങ്ങൾ പോലീസിൽ പരാതി നൽകുന്നത്. പിന്നീട് ഇപ്പോൾ രാഹുൽ മർദ്ദിച്ചിട്ടില്ല എന്ന് പറയുന്നതിൽ ഈ സമ്മർദ്ദത്തിന് വഴങ്ങിയതല്ലാതെ മറ്റെന്ത് കാരണമാണ് ഉണ്ടാവുക എന്നുമാണ് ഇപ്പോൾ പിതാവ് ചോദിക്കുന്നത്. ഇപ്പോൾ ഈ ഘട്ടത്തിലും മകൾ തങ്ങളെ വിളിക്കണം എന്നുള്ളതാണ് അച്ഛൻ ഇപ്പോൾ പ്രതികരിക്കുമ്പോൾ പറയുന്നത്. ഇനി അറിയേണ്ടത് ഈ പെൺകുട്ടി എവിടെയാണ് ഉള്ളത്. ഈ പെൺകുട്ടിയുടെ കുടുംബം ആരോപിക്കുന്നത് പോലെ രാഹുലിന്റെ കസ്റ്റഡിയിലാണോ, അത്തരത്തിലുള്ള വാക്കാണ് അവർ ഉപയോഗിച്ചത്. അതായത് തട്ടിക്കൊണ്ടുപോയതാകാം എന്നുള്ള ഉൾപ്പെടെയുള്ള സംശയങ്ങൾ ഉൾപ്പെടെ അവർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പെൺകുട്ടിക്ക് വലിയ രീതിയിലുള്ള മാനസിക സംഘർഷം ഉണ്ടായിരുന്നു. ഇതിന് ശേഷം ഇനിയൊരു വിവാഹം നടക്കാതെ വരുമോ എന്നത് ഉൾപ്പെടെയുള്ള മാനസിക സംഘർഷം ഉണ്ടായിരുന്നുവെന്നും പിതാവ് പ്രതികരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഘട്ടത്തിലും കുടുംബം ആരോപിക്കുന്നത് രാഹുലിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി തന്നെയാണ് ആദ്യം പറഞ്ഞ മൊഴിയും ആദ്യം പറഞ്ഞ ആരോപണങ്ങളും എല്ലാം ഈ ഘട്ടത്തിൽ ഈ പെൺകുട്ടി തിരുത്തി പറഞ്ഞിരിക്കുന്നത് എന്നാണ് വിനീത. എന്തായാലും പോലീസിന്റെ അന്വേഷണം ഊർജിതമായി തന്നെ നടക്കുകയാണ്. ഈ പെൺകുട്ടി എവിടെയാണുള്ളതെന്നാണ് ഇനി കണ്ടെത്താനുള്ളത്. വിനീത. അലി തുടരുക. സാനിയോ മനോമി കൂടി ചേരുന്നു. സാനിയോ, ഇതിലിപ്പോൾ കുറ്റപത്രം സമർപ്പിക്കാൻ ഇരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഈ പ്രതിഭാഗം അഭിഭാഷകൻ പറയുന്നത് കേസ് കോഷ് ചെയ്യാൻ പോവുകയാണ്, അതിലുള്ള സത്യവാങ്മൂലത്തിൽ ഈ യുവതിയും ഒപ്പുവെച്ചു എന്നാണ്. അതായത് ഇവരോടൊപ്പം തന്നെ ഈ യുവതി ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിന്റെ ഇനി ഉള്ള തുടർ നിയമ നടപടികൾ എങ്ങനെയാണ്? ഈ രഹസ്യമൊഴിയൊക്കെ രേഖപ്പെടുത്തിയത് കൊണ്ട് തന്നെ കേസ് നിലനിൽക്കില്ല. അത്ര പെട്ടെന്ന് അത് കോഷ് ചെയ്യാൻ സാധിക്കുമോ? അതിൽ യാതൊരു പ്രശ്നവുമില്ല. കേസ് പെട്ടെന്ന് തന്നെ കോഷ് ചെയ്യാൻ സാധിക്കുമെന്നാണ് പ്രതിഭാഗം അഭിഭാഷകൻ ഷമീം ബക്സാൻ പറയുന്നത്. അതായത് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ രഹസ്യമൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത് യുവതിയും ആ വക്കീലും അഡ്വക്കറ്റും തമ്മിൽ, ആ ജഡ്ജിയും തമ്മിൽ മാത്രമുള്ളൊരു സംഭാഷണമായതിൻ്റെ ഭാഗമാണ്. അത് മറ്റെവിടെയും വരാനുള്ള സാധ്യതയില്ല. മാത്രവുമല്ല, ഈ കേസ് ഇപ്പോൾ തന്നെ വിഡ്രോ ചെയ്യാനുള്ള അല്ലെങ്കിൽ കോഷ് ചെയ്യാനുള്ള നടപടിക്രമങ്ങളിൽ ഈ 29-ാം തീയതി, കഴിഞ്ഞ 29-ാം തീയതി തന്നെ യുവതി ഒപ്പുവച്ചിരുന്നു. അതിനുശേഷമാണ്
ഈ മാധ്യമങ്ങളിലൂടെയുള്ള യൂട്യൂബിലൂടെ വീഡിയോ അടക്കം പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടായത്. ആദ്യം തന്നെ നേരത്തെ തന്നെ യുവതി ആലോചിച്ച് തീരുമാനിച്ചതാണ് ഇക്കാര്യങ്ങൾ എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. കൂടാതെ പോലീസിനെതിരെ ഗുരുതരമായ ആരോപണവും പ്രതിഭാഗം അഭിഭാഷകൻ ഉന്നയിക്കുന്നുണ്ട്. അതായത് വൂണ്ട് സർട്ടിഫിക്കറ്റ് പോലും, പെൺകുട്ടിക്ക് മുറിവുണ്ടായി എന്ന് ആരോപിക്കുന്നുണ്ട് എങ്കിൽ അതിന്റെ വൂണ്ട് സർട്ടിഫിക്കറ്റ് പോലും കോടതിയിൽ ഹാജരാക്കാൻ ഈ പോലീസുകാർ, അതായത് അന്വേഷണ ഉദ്യോഗസ്ഥൻ ACP സാജു കെ എബ്രഹാമിന്റെ നേതൃത്വത്തിലുള്ള സംഘം തയ്യാറായിട്ടില്ല. മാത്രമല്ല ബ്ലൂ കോർണർ, റെഡ് കോർണർ നോട്ടീസുകൾ പുറപ്പെടുവിച്ചു എന്ന് പറയുന്നത് പോലും അതിൽ പോലും ഒരു യാഥാർത്ഥ്യവുമില്ല എന്നൊക്കെയാണ് അഭിഭാഷകൻ ഇപ്പോൾ പറയുന്നത്. ഏതായാലും പോലീസ് ഒരാഴ്ചയ്ക്കുള്ളിൽ 5 ദിവസത്തിനുള്ളിൽ തന്നെ കുറ്റപത്രം സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ്. മാത്രമല്ല നേരത്തെ ഈ പ്രതിയെ സഹായിച്ചു എന്നതിന്റെ പേരിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്റെ മൊഴി ഇന്ന് രേഖപ്പെടുത്തുമെന്നും കൂടി അറിയുന്നു. ഏതായാലും ഈ കേസിൽ മറ്റ് തടസ്സങ്ങളൊന്നും ഉണ്ടാവില്ല, ക്വാഷ് ചെയ്യാൻ എളുപ്പമായിരിക്കുമെന്നാണ് പ്രതിഭാഗം അഭിഭാഷകൻ ഇപ്പോൾ പറയുന്നത്. സനിയ തുടരുക. അലി അക്ബർ ഷാ നമ്മോടൊപ്പം തുടരുന്നുണ്ട്. അലി, ഈ നമ്മൾ വലിയ രീതിയിൽ ചർച്ചയായ ഒരു കേസാണ്. അതായത് ഒരു യുവതി തന്നെ രംഗത്തെത്തുകയാണ്. ഭർത്താവ് ബെൽറ്റ് കൊണ്ട് അടിച്ചു, ഈ മൊബൈലിന്റെ ചാർജർ കൊണ്ട് തന്നെ ഉപദ്രവിച്ചു, അങ്ങനെ ക്രൂരമായ പീഡനം നേരിട്ടു ഈ വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിൽ തന്നെ എന്ന് ഈ യുവതി പറയുന്നു. ഒപ്പം യുവതിയുടെ കുടുംബവും ഈ ആരോപണവുമായി രംഗത്തെത്തുന്നു. അതിന് പിന്നാലെ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ പോലും തനിക്ക് സഹായം ലഭിച്ചിരുന്നില്ല എന്നാണ് യുവതി ആരോപിച്ചിരുന്നത്, അല്ലെങ്കിൽ പരാതിയായി പറയുകയും നമ്മോടൊക്കെ സംസാരിച്ചപ്പോൾ പറയുകയും ചെയ്തിരുന്നത്. ഇതിന് പിന്നാലെ രാഹുലിന്റെ ഒരു വീഡിയോ സന്ദേശം, ഇയാൾ ഒളിവിൽ ഇരുന്നു കൊണ്ട് തന്നെ ഒരു വീഡിയോ സന്ദേശം നമുക്ക് ലഭിക്കുന്നു. റിപ്പോർട്ടറിനോട് രാഹുൽ സംസാരിക്കുകയുണ്ടായി. അപ്പോൾ പറയുന്നത്, ഞാൻ നിരപരാധിയാണെന്നൊക്കെ പറയുമ്പോൾ പോലും ഈ യുവതിയെ മർദ്ദിച്ചു, ഭാര്യയെ മർദ്ദിച്ചു എന്ന് ഇയാൾ സമ്മതിക്കുന്നുമുണ്ട്. അങ്ങനെ അതെല്ലാം ഉണ്ടായിട്ട് പോലും ഇപ്പോൾ എന്തുകൊണ്ടായിരിക്കാം യുവതി മൊഴി മാറ്റിയത്, അല്ലെങ്കിൽ രാഹുലിനൊപ്പം നിൽക്കാം എന്ന് തീരുമാനിച്ചത് എന്തുകൊണ്ടായിരിക്കാം എന്നൊരു സംശയം. എങ്ങനെയാണ് ഈ കേസ് ഇത്ര മാറിപ്പോയത്, മറ്റൊരു വിധത്തിൽ എത്തിയത് എന്നൊരു ചോദ്യം സ്വാഭാവികമായും ഉയരുന്നുണ്ടല്ലോ. വിനീത, ശരിയാണ്. കേരളം അത്രയും വലിയ രീതിയിൽ ചർച്ച ചെയ്ത വിഷയമാണ്. മാധ്യമങ്ങൾ ഉൾപ്പെടെ വലിയ രീതിയിൽ ചർച്ച ചെയ്ത വിഷയമാണ്. ഒരു പെൺകുട്ടിക്ക് വിവാഹം കഴിഞ്ഞ് ദിവസങ്ങൾക്കുള്ളിൽ വരന്റെ വീട്ടിൽ നിന്നും വരന്റെ ഭാഗത്തു നിന്നും ക്രൂരമായ മർദ്ദനമേൽക്കുന്നു എന്നുള്ള വിഷയം, ശരീരത്തിൽ മുറിപ്പാടുകൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു എന്ന വെളിപ്പെടുത്തൽ ഉൾപ്പെടെ വന്ന ഘട്ടത്തിൽ നമ്മൾ വലിയ രീതിയിൽ ചർച്ച ചെയ്ത വിഷയമാണ്. ആ ഒരു വിഷയമാണ് ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് ഈ യുവതിയുടെ ഒരു സോഷ്യൽ മീഡിയയിലെ ഒരു വീഡിയോ കൊണ്ട് ആകെ മാറി മറിയുന്നത്. ഈ പെൺകുട്ടി ആരോപണം ഉന്നയിച്ച ഇവരുടെ ഭർത്താവായ രാഹുൽ ഒരു കുറ്റവും ചെയ്തിട്ടില്ല, രാഹുൽ തന്നെ മർദ്ദിച്ചിട്ടില്ല, രാഹുലിനെതിരെ താൻ നടത്തിയതെല്ലാം വ്യാജ ആരോപണങ്ങളായിരുന്നു, മാധ്യമങ്ങളോടും പോലീസിനോടും ഉൾപ്പെടെ ഒരുപാട് നുണകൾ തനിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയേണ്ടി വന്നു, ഇതെല്ലാം തന്റെ കുടുംബത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയായിരുന്നു എന്നാണ് ഈ വീഡിയോ സന്ദേശത്തിലൂടെ പെൺകുട്ടി പങ്കുവച്ചത്. ഈ വാർത്തയാകെ ഒറ്റ നിമിഷം കൊണ്ട് ട്വിസ്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയായിരുന്നു ഈ വീഡിയോ പുറത്തു വന്നപ്പോൾ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ കുടുംബം, പിതാവ് സംസാരിക്കുമ്പോൾ ഇപ്പോഴും അദ്ദേഹം പറയുന്നത് പെൺകുട്ടിക്ക് വലിയ രീതിയിലുള്ള ഒരു മാനസിക സംഘർഷം ഉണ്ടായിരുന്നു. കാരണം ഒരുപാട് സംഭവങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിലടക്കം ചർച്ചകൾ നടന്നിരുന്നു. ഇനി ഈ ബന്ധം അവസാനിച്ചു കഴിഞ്ഞാൽ ഇനിയൊരു വിവാഹം നടക്കാതെ വരുമോ എന്നത് ഉൾപ്പെടെയുള്ള ആശങ്ക ഈ പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് രാഹുലുമായി ആ കുട്ടി ഈ ചാറ്റ് ചെയ്യുക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന കാര്യത്തിലും സംശയമുണ്ട്. അത്തരത്തിൽ രാഹുൽ ബ്രെയിൻ വാഷ് ചെയ്താണ് ഇപ്പോൾ നിലവിൽ ഈ ആരോപണങ്ങളെല്ലാം ഈ പെൺകുട്ടി മാറ്റി പറഞ്ഞിരിക്കുന്നതെന്നാണ് കുടുംബം പറയുന്നത്. നമ്മൾ ആ വീഡിയോ കണ്ടാലും അറിയാം, ആദ്യഘട്ടത്തിൽ നമ്മളോട് പ്രതികരിക്കുമ്പോൾ ഒരു ആക്രമിക്കപ്പെട്ട ഒരു വ്യക്തി അതെല്ലാം തുറന്നു പറയുന്നതാണ് നമ്മൾ കണ്ടത്. പക്ഷേ ഇന്നലെ പുറത്തു വന്ന വീഡിയോയിൽ ഈ പെൺകുട്ടി, ഈ യുവതി തന്നെ ആരോപണം ഉന്നയിച്ച രാഹുലിനെ പൂർണ്ണമായും ന്യായീകരിക്കുന്ന നിലയിലുള്ള വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടി ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദത്തിന് വഴങ്ങിയാണോ, ബ്ലാക്ക്മെയിലിന് വഴങ്ങിയാണോ ഇത്തരത്തിലൊരു വീഡിയോ ഇട്ടതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തത വരേണ്ടതുണ്ട് എന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. പോലീസിന്റെ അന്വേഷണത്തിൽ അത് പുറത്തു വരുമെന്ന വിശ്വാസത്തിൽ തന്നെയാണ് കുടുംബമുള്ളത്. ആ കാര്യത്തിൽ അലി അക്ബർ ഷായും സാനിയോ മനോമിയുമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.